ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 9-ാം അധ്യായത്തിൽ ദാവീദ് രാജാവായതിനു ശേഷം യോനാഥാൻ്റെ ആ കുടുംബത്തെ പരീക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ്. ഇനി തൊട്ടു മുൻപേ താൻ രാജാവായി കഴിഞ്ഞപ്പോൾ യഹോവയുടെ പേടകം ഒരു തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു എന്നുള്ള ദുഃഖം ഒരു ദേവാലയം പണിയുവാൻ തക്കവണ്ണം ദാവീദിനെ അവിടെ പ്രേരിപ്പിക്കുകയാണ്. എന്നെ വഴി നടത്തിയ അനുഗ്രഹിച്ച ദൈവത്തിന് ആ സാമീപ്യം മാന്യമായൊരു സ്ഥലത്ത് ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ദേവാലയം പണിയുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാക്കിയത്. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ താൻ ശമൂവേൽ പുരോഹിതനാൽ രാജാവായി അഭിഷേകം ചെയ്ത നാൾ മുതൽ തന്നെ സ്നേഹിക്കുകയും താനൊരു ഇസ്രായേൽ രാജാവായി കാണണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ശൗൽ രാജാവിൻ്റെ മകൻ യോനാഥാൻ. ശൗൽ അന്നു മുതൽ ദാവീദിനെ കൊന്നുകളയുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ശ്രമിച്ചു. ആ സമയത്തൊക്കെ പലപ്പോഴും ദാവീദിൻ്റെ ജീവൻ രക്ഷിച്ചത് യോനാഥാനാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ മനുഷ്യനും ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി. പക്ഷെ ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ ഓർക്കുകയാണ്. എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ്റെ കുടുംബം ഇപ്പോൾ എന്തായി, എവിടെയായി എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ, ശൗൽ രാജാവിൻ്റെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ യോനാഥാനൊരു മകനുണ്ടെന്നും അവൻ 2 കാലും തളർന്നവനാണെന്നും ദാവീദിന് അറിവ് കിട്ടി. അപ്പോൾ ശൗൽ രാജാവിൻ്റെ ഒരു വൃദ്ധനായിരുന്ന ശീബ മുഖാന്തരം അദ്ദേഹം ഈ മകനെ കൊണ്ടുവരുന്ന, അവൻ്റെ പേര് മെഫീബോശേത്ത് എന്നായിരുന്നു. എന്നിട്ട് അവനോട് പറയുന്ന 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ പിതാവായ യോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമകനായ ശൗലിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ് അവനത് അവിടെ തിരിച്ചു കൊടുക്കുകയാണ്. നിന്റെ പിതാവായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നെ ഓർക്കും. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ പലപ്പോഴും യഹോവയ്ക്കെതിരായി ഇസ്രായേൽ ജനം പിറുപിറുക്കുകയും മത്സരിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും കൽപ്പനകളെ ലംഘിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം അവരെ പൂർണ്ണമായി നശിപ്പിച്ചില്ല. അപ്പോഴൊക്കെ നമ്മൾ വായിച്ചതാണ്, ഞാൻ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഓർക്കുന്നു. അവർക്ക് കൊടുത്തതായ വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് വാഗ്ദത്ത ദേശത്തിൽ ഞാൻ ആ ജനത്തെ എത്തിക്കും. ഇതായിരുന്നു യഹോവയുടെ തീരുമാനം. അവരുടെ നന്മ പ്രവൃത്തികളല്ല, അവരുടെ പിതാക്കന്മാരുടെ നന്മ പ്രവൃത്തികളെ ഓർത്താണ്. ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പ്രാർത്ഥനകളുടെയും നന്മകളുടെയും ഒക്കെ ഫലം ദൈവം ഓർക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും അപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. യോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. അതേ പൂർവ്വപിതാക്കന്മാരെ പ്രതി ദൈവം നമ്മളോട് ദയ കാണിക്കുന്നു. ഈ ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളും ദൈവസ്ഥലത്തിൽ അങ്ങനെ സമർപ്പിതരാകുമ്പോഴാണ് നമ്മുടെ തലമുറകളും വഴിതെറ്റിപ്പോയാലും ദൈവം അവരെ സ്നേഹിക്കണമെങ്കിൽ, അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അവരെ കരുതണമെങ്കിൽ തീർച്ചയായും നമ്മളെ ദൈവം ഓർക്കണം. നമ്മളെ ദൈവം ഓർക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവവുമായുള്ള ദിവ്യമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിനുശേഷം നമുക്കറിയാം, ശൗലിൻ്റെ ഭൃത്യൻ ശീബ എന്ന് പറയുന്ന ആ മനുഷ്യനോട് പറയുന്നു, ഞാൻ ശൗലിൻ്റെ അവകാശപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ യോനാഥാൻ്റെ മകന് ഞാൻ നൽകുകയാണ്. നിങ്ങൾ അവിടെ കൃഷി ചെയ്ത് ഇവന് ഭക്ഷിക്കാനുള്ളത് കൊട്ടാരത്തിൽ കൊണ്ടുവരണം. അവൻ എന്നോടൊപ്പം മേശയിൽ അവൻ ഇനി എന്നാളും ഇവിടെ ഭക്ഷണം കഴിക്കും. രാജാവിന് ഭക്ഷിക്കാൻ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ്റെ
പിതാമഹന്മാരുടെ ആ സ്ഥലത്ത് കൃഷി ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്ന അവന് ഭക്ഷിക്കാൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. എന്തിനാണെന്ന് ചോദിച്ചാൽ രാജാവ് കൊടുക്കുന്ന ഔദാര്യത്തിലല്ല അവൻ ജീവിക്കുന്നത്. അവൻ്റെ പിതാമഹന്മാരുടെ ആ അവകാശം അവന് ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അതിനാണ് അവരോട് പറഞ്ഞത്, നീ അവിടെ കൃഷി ചെയ്ത് അവന് ഭക്ഷിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. പക്ഷെ അവൻ ഭക്ഷണം കഴിക്കുന്ന എന്നോടൊപ്പം, ഞാൻ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ മേശയിൽ എൻ്റെ പുത്രന്മാരോടൊപ്പം അവനുമായിരിക്കും. അപ്പം നമ്മുടെയും അവകാശം ദൈവം പൂർണ്ണമായി കാത്ത് സംരക്ഷിക്കുന്നു എന്ന് നമുക്കിവിടെ അറിയാം. ഏറ്റവും വലിയ ഉദാഹരണമാണ് പുനരുദ്ധാന ശേഷം കർത്താവ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവർ രാവിളക്കോളം വല വീശി, അവർക്കൊന്നും കിട്ടിയില്ല. വെളുപ്പാങ്കാലത്ത് കർത്താവ് ചെന്ന് പടകിന് വലതുഭാഗത്ത് വല വീശുവിനെന്ന് പറഞ്ഞവർ വീശി 153 വലിയ മത്സ്യങ്ങളെ അവർക്ക് ലഭിച്ച് അവർക്ക് ആ മത്സ്യവുമായി കരയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, കനലിന്മേൽ അപ്പവുമായി കർത്താവ് അവരെ കാത്തിരിക്കുകയാണ്. അധ്വാനിച്ചുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി കനലിന്മേൽ അപ്പവും മീനുമായി കാത്തിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു, ഇപ്പോൾ പിടിച്ച മീനെ ചിലത് കൊണ്ടുവരുവിൻ. അതിപ്പോൾ ഫ്രഷായിട്ടുള്ള മീൻ കൂട്ടാനുള്ള കൊതി കൊണ്ടാണ്? ഒരിക്കലുമല്ല. കർത്താവിനോട് അപ്പവും മീനും വെച്ചത് പഴയതായതുകൊണ്ടാണോ? അതുമല്ല. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അവർ അധ്വാനിച്ച് അവർക്ക് കിട്ടിയ ഫലമാണ്. ആ ഫലത്തിൽ ചിലത് കർത്താവ് ചോദിച്ചു വാങ്ങുകയാണ്. എന്തിനാണ്? അതും വാഴ്ത്തി അവർക്ക് തന്നെ നൽകുവാനാണ്. അവരുടെ അധ്വാന ഫലമാണ്, അവരുടെ അവകാശമാണത്. ആ മീൻ ഭക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇത്രമാത്രം ദൈവം നമ്മെ ഭൂമിയിൽ നിലനിർത്തുന്നുവെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. സാധാരണ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം ദാവീദ് നമ്മൾ കാണുന്നു. തന്നെ ഇതിനു മുൻപ് തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ സഹായിച്ചവരെ ഓർക്കുന്നുവെന്നുള്ളതാണ്. ഇന്ന് പലരും അത് സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും ആകുന്നത് വരെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. ആയി കഴിയുമ്പോൾ അതൊക്കെ അവർ മറന്നുപോകും. പക്ഷേ ദാവീദ് അങ്ങനെയുള്ള മനുഷ്യനല്ല. ദാവീദിനെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യനെന്നാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം ചെയ്ത് യഹോവയെ ഓർക്കുന്നു, തന്നെ സഹായിച്ച യോനാഥാനെ ഓർക്കുന്നു. അവരെല്ലാം സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള മനോഭാവത്തിലേക്ക് കടന്നു വരുന്നു. അത് ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ ദാവീദിനെ പോലെ ദൈവവും കാരുണ്യവും മനസ്സലിയും ഉള്ളവരായി ഭൂമിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.